ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക തുല്യ ത്രികോണങ്ങൾ എന്ന ലെസണിലത്തെ അതായത് ലെസൺ നമ്പർ 1-ത്തെ പേജ് നമ്പർ 16-ത്തെ പ്രോബ്ലം നമ്പർ 5 ആണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലത്തോടുകൂടി ഈ എക്സസൈസ് നമുക്ക് കംപ്ലീറ്റ് ആവായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ വേണം, ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി സി ഡി എന്നീ വശങ്ങൾ സമാന്തരമാണ്. കണ്ടോ, എ ബി എന്നുള്ള വശവും സി ഡി എന്ന് പറഞ്ഞ വശവും സമാന്തരമാണ്. സമാന്തരമാണ് എന്ന് രണ്ട് വശങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് അതിൻ്റെ മറുകോണുകളും തുല്യമായിരിക്കും, അനുബന്ധ കോണുകളും തുല്യമായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരണം കേട്ടോ. സമാന്തര വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഓർമ്മ വന്നിരിക്കണം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ബിയുടെ മധ്യബിന്ദുവാണ് എം. എ ബി എന്നുള്ള ഇതിൻ്റെ മധ്യബിന്ദുവാണ് എം എന്ന് പറയുന്നത്. മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം എ എം എന്നുള്ളത് ഉള്ള അതിൻ്റെ ലെങ്ത്തും എം ബി എന്നുള്ള ലെങ്ത്തും തുല്യമായിരിക്കും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. നമ്മുടെ അടുത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ എ എം ഡി, എം ബി സി, അതുപോലെ ഡി സി എം, ഈ 3 ട്രയാങ്കിളുടെ കോണുകളും കണക്കാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ മുന്നേ ഇവിടുത്തെ കോണുകൾ ഞാൻ എഴുതിയിട്ടില്ല. ഇവിടെ എന്ന് പറയുന്നത് 40 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ എന്ന് പറയുന്നത് 60 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 2 കോണുകൾ മാത്രമാണ് തന്നിരിക്കുന്നത്, മറ്റു കോണുകളൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ 2 ത്രികോണങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ത്രികോണം എ എം ഡി ആൻഡ് ത്രികോണം, അതായത് എ എം ഡി ആൻഡ് ത്രികോണം എം ഡി സി, അല്ലെങ്കിൽ നമുക്ക് എ എം ഡി ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അതേപോലെ തന്നെ ഡി സി എം. ഓക്കെ, ട്രയാങ്കിൾ ഡി സി എം, ഈ 2 ത്രികോണങ്ങൾ നമ്മൾ എടുത്തു. നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് 2 സമാന്തര വരകളാണെന്നുള്ളത് നമുക്കറിയാം, അത് അവർ തന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എ ബി എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ. അപ്പൊ എ എം എത്രയായിരിക്കും? എം എന്ന് പറയുന്നത് മധ്യബിന്ദുവാണ്. അപ്പൊ എ എം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും 6 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡി സിയും അതുപോലെ എ എമ്മും തുല്യമാണെന്ന് പറഞ്ഞൂടെ? 2ഉം 6 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ എം ഈക്വൽ ടു ഡി സി, തുല്യ വശങ്ങൾ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടെന്ന് എഴുതാം. തന്നിട്ടുണ്ട്, അവർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? ഡി എം ഈക്വൽ ടു ഡി എം അല്ലെ. 2 ത്രികോണത്തിലും ഡി എം വരുന്നുണ്ട്, അപ്പൊ അത് പൊതുവായ വശമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡി എം ഈക്വൽ ടു ഡി എം. അതെന്താണ്? കാരണം നമ്മൾ എന്ത് എഴുതാൻ പോകുന്നത്? പൊതുവശം. ഓക്കെ, അപ്പോൾ ഡി എം ഈക്വൽ ടു ഡി എം, അപ്പോൾ പൊതുവശം. അപ്പോൾ നമുക്ക് ഈ സൈഡും ഏതാന്ന് കിട്ടി, ഇവിടെയും സൈഡ് ശരിയാന്ന് കിട്ടി, ഈ സൈഡും കിട്ടി, അതുപോലെ തന്നെ ഈ സൈഡും ശരിയാന്ന് കിട്ടി. അപ്പോൾ 2 സൈഡുകൾ നമ്മൾ ഈക്വൽ ആണ്, നമ്മൾ തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ 2 സൈഡുകൾ കിട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ ഇടയിൽ അത് ചേരുന്ന കോണം എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം ഇത് എ ബി എന്ന് പറയുന്നതും ഡി സി എന്ന് പറയുന്നത് സമാന്തര വരകളാണെന്നറിയാം. സമാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുകോണുകളും തുല്യമായിരിക്കും. അപ്പം ഈ എം എന്ന് പറയുന്നത് ഈ എ ബിയിലത്തെ ഒരു പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ എ എം എന്ന് പറയുന്നതും ഒരു സമാന്തരമാണ്. അപ്പം ഇതിന് മറുകോൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ കോണും അതുപോലെ തന്നെ ഈ കോണും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് തുല്യമാണെന്നറിയാം. സമാന്തര വരകളുടെ മറുകോണുകൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ എ എം ഡി ഈക്വൽ ടു ആംഗിൾ സി ഡി എം. എ എം ഡി എന്ന് പറയുമ്പോൾ ആംഗിൾ എമ്മും സി ഡി എന്ന് പറയുന്നത് ആംഗിൾ ഡിയുമാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? മറുകോണുകൾ, ഇവര് മറുകോണാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 2 ത്രികോണങ്ങൾ തുല്യമാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ എന്താണ് ഇനി? അപ്പോൾ ട്രയാങ്കിൾ എ എം ഡി ആൻഡ് ട്രയാങ്കിൾ ഡി സി എം തുല്യ ത്രികോണങ്ങളാണ്.
എങ്ങനെയാണ് തുല്യ ത്രികോണങ്ങളാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം അതിൻ്റെ ജനറൽ റൂള് എഴുതണം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ വശവും മറ്റ് രണ്ട് കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എഴുതണം. ഓക്കെ, ഇനി ഞാൻ പറയാണ് ആംഗിൾ ഡി എ സി ഈക്വൽ ടു ആംഗിൾ ഡി സി എ. കണ്ടു, ആംഗിൾ ഡി സി എ എങ്ങനെയാണ് എനിക്കത് പറയാൻ പറ്റുന്നത്? ആംഗിൾ ഡി എ എം ഈക്വൽ ടു ആംഗിൾ ഡി സി എ എന്താണ്? തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഡി എ എം ഈക്വൽ ടു ആംഗിൾ ഡി സി എം ഈക്വൽ ടു 40 ഡിഗ്രി. എന്താണ് റീസൺ എഴുതേണ്ടത്? തുല്യ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. തുല്യവശങ്ങളുടെ എതിരെ കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ആംഗിൾ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിളും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടാതെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് കിട്ടാൻ പറ്റും. അത് ഇതേപോലെ തന്നെ നമുക്ക് എഴുതി നോക്കിയാലോ. ഇവിടെ എഴുതാം. ഓക്കെ, ഇത് എഴുതിയ പോലെ തന്നെ ട്രയാങ്കിൾ ഏതാണ്? ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം സി അല്ലെങ്കിൽ എം ബി സി, അവർ പറഞ്ഞ അതേപോലെ തന്നെ ആൻഡ് ട്രയാങ്കിൾ എം ബി സി. ഇനി ഞാൻ ഇവിടെ കാരണങ്ങളൊന്നും എഴുതുന്നില്ല, ഇതേ കാരണങ്ങൾ തന്നെയാണ്. പക്ഷെ അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് എഴുതി പോവാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം തന്നെ ഡി സി ഈക്വൽ ടു ഇവിടെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ബി എം ഈക്വൽ ടു ഡി സി. എന്തുകൊണ്ടാണ്? അവർ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണ് നമുക്കത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ റീസൺ എഴുതണം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഇതായിട്ടുള്ള സി എം ഈക്വൽ ടു സി എം. എന്താണ് സി എം ഈക്വൽ ടു സി എം എന്ന് പറയാനായിട്ടുള്ള കാരണം? പുതുവശം. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് ആംഗിളുകളാണ് ഈക്വൽ എന്ന് പറയാൻ പറ്റുക? ഏത് ആംഗിളുകളാണ് ഇതിൻ്റെ നമുക്ക് ഈക്വൽ എന്ന് പറയാൻ പറ്റുന്നത്? ഈ ആംഗിളും അല്ലേ, ഈ ആംഗിളുമാണ് ഇതിൻ്റെ മറുകോണുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ ആംഗിളാണ് വരുന്നത് ഇത് ബി എം സി ഈക്വൽ ടു ആംഗിൾ ഡി സി എം. അതായത് എമ്മും സിയും, ഇവിടുത്തെ എമ്മും ഇവിടുത്തെ സിയും. എന്തുകൊണ്ടാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്? മറുകോണുകളാണ് അല്ലേ. മറുകോണുകളായ കാരണം കൊണ്ട് അത് രണ്ടും തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് therefore ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ എം ബി സി തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, തുല്യ ത്രികോണങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അതേ റൂൾ തന്നെ നമ്മൾ എഴുതുക. അതായത് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും മറ്റു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും തുല്യമാണെങ്കിൽ മറ്റ് വശവും അതുപോലെ രണ്ട് കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇത് എന്ന് പറയുന്നത് തുല്യമായ വശമാണ്, അതിൻ്റെ എതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? therefore ആംഗിൾ എം ബി സി ഈക്വൽ ടു ആംഗിൾ എം ഡി സി ഈക്വൽ ടു ആംഗിൾ കോൺ എം ഡി സി ഈക്വൽ ടു 60 ഡിഗ്രി. എന്തുകൊണ്ടാണ് പറയുന്നത്? തുല്യവശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതിൻ്റെ കാരണവും നിങ്ങൾ അതുപോലെ തന്നെ എഴുതണം, ഇതേപോലെ തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി കിട്ടി. ഇപ്പോൾ ഒരുവിധം കുറേയൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞില്ല. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഈ ത്രികോണത്തിൻ്റെ രണ്ട് ഇതും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ത്രികോണം ഡി
CM. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? ആംഗിൾ CDM പ്ലസ് ആംഗിൾ DMC പ്ലസ് ആംഗിൾ MCD ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിഗ്രി കിട്ടണം. ഇനി ഇതിനൊക്കെ ഓരോ അതിൻ്റെതായ വാല്യൂ എടുക്കുക. CDM എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പ്ലസ് DMC നമുക്കിപ്പോൾ കണ്ടുപിടിക്കണം. പ്ലസ് MCD എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഈക്വൽ ടു 180. ഇവിടെ 60 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 100ആണ്. 180ൽ നിന്ന് ഈ 100 കുറയ്ക്കുക. അപ്പോൾ ആംഗിൾ DMC ഈക്വൽ ടു എത്രയാണ്? 100 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളതും കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇനി ഏതാണ് ഇപ്പോഴത്തെ ഇതെടുക്കാം അല്ലേ? ഇനി എങ്ങനെയാണ് ത്രികോണം MBC, ത്രികോണം MBCയിൽ എങ്ങനെയാണ്? ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് 1 ഡിഗ്രി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇനി ഈ ഡിഗ്രി എങ്ങനെയാണ് കിട്ടുക? ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 40 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് മറുകോണുകളായ കാരണം കൊണ്ട് മറുകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ CM ആംഗിൾ DCM ഈക്വൽ ടു ആംഗിൾ BMC ഈക്വൽ ടു 40 ഡിഗ്രി. എന്തുകൊണ്ടാണ്? മറുകോണുകൾ. ഓക്കെ, മറുകോണുകൾ കിട്ടിയില്ലേ? മറുകോണുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇവിടെയും നമുക്ക് 40 ഡിഗ്രി ആയി. ഇവിടെ 40 ഡിഗ്രി ആയി. ഇത് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഈക്വൽ ടു ഇത് ത്രികോണം MBC ആംഗിൾ CMB പ്ലസ് ആംഗിൾ MBC പ്ലസ് ആംഗിൾ BCM ഈക്വൽ ടു 180 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇനി ഇതിനൊക്കെ നമുക്ക് ഇതിന്റെ വാല്യൂസ് കൊടുക്കാം. CMB എന്ന് പറയുന്നത് 40 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി പ്ലസ് ആംഗിൾ BCM ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി അപ്പൊ ആംഗിൾ BCM ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 100 ഡിഗ്രി. അല്ല, 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി. അയ്യോ, ഇവിടെയും ഇത് 180ൽ നിന്ന് 100 കുറച്ചാൽ ഇവിടെ എത്ര കിട്ടുന്ന? സോറി, 80 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ഒരു കാര്യം കൂടിയല്ല കണ്ടുപിടിക്കേണ്ടോ? നമുക്ക് കണ്ടുപിടിച്ചാലോ? ഇത് റബ്ബ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ട്രയാങ്കിൾ. ട്രയാങ്കിൾ ത്രികോണം AMD. ത്രികോണം AMDയിൽ ഇപ്പൊ എന്താണ്? ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അത് മറുകോണായ കാരണം കൊണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ആംഗിൾ ഇവിടെയല്ല, CDM ഈക്വൽ ടു കോൺ AMD ഈക്വൽ ടു 60 ഡിഗ്രി. കാരണം എന്തുകൊണ്ടാണ്? മറുകോണുകൾ. ഇനി ഇവര് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ചെയ്യാലോ. ഇനി ഇത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആംഗിൾ DAM പ്ലസ് കോൺ MAMD പ്ലസ് കോൺ MDA ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇതിനൊക്കെ ഓരോന്നിനും വാല്യൂ കൊടുക്കാം. DAM എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി പ്ലസ് AMD എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ MDA ഈക്വൽ ടു 180 ഡിഗ്രി. 60 പ്ലസ് 40 എന്ന് പറയുന്നത് 100ആണ് അല്ലേ? അപ്പൊ ആംഗിൾ കോൺ MDA ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിളുകളും നമുക്ക് കിട്ടിയല്ലോ. എല്ലാ കോണുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സിമ്പിളായിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതൊന്നും കണ്ടുപിടിക്കാനായിട്ട് അറിയണം. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 കിട്ടണം, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60 കിട്ടാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് എല്ലാം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഇതൊന്ന് സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്കിതിൻ്റെ ഇനി ഒരു ചെറിയൊരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, AMCD അല്ലെങ്കിൽ BMCD എന്ന ചതുർഭുജത്തിൻ്റെ സവിശേഷതകളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AMCD എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് AMCD എന്ന് പറയുന്നത്. AMCD എന്ന് പറയുന്നത് ഇതിൻ്റെ സവിശേഷത എന്താണ്? ഈ ചതുർഭുജത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ചതുർഭുജമാണ്, അല്ല സോറി, ചതുർഭുജത്തിൻ്റെ എന്ന് പറയുന്നത് സാമാന്തരികമാണ്. എങ്ങനെയാണ് നമുക്കിത് സാമാന്തരിക എന്ന് പറയാൻ പറ്റുന്നത്? ഇതിൻ്റെ എന്താ പറയുക, മറുകോണുകൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എതിർവശങ്ങൾ സമാന്തര രേഖകളാണ്. രണ്ട് എതിർവശങ്ങൾ സമാന്തര രേഖകളാണെങ്കിൽ നമ്മളതിനെ സാമാന്തരികം എന്നാണ് പറയുക. അതുകൊണ്ട് ചതുർഭുജം AMCD എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് BMCDയുടെ കാര്യം എടുത്താലും, അതായത് BMCDയുടെ കാര്യം എടുത്താലും എന്ത് പറയാം, ഇത് സാമാന്തരികമാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇതിൻ്റെ മറുകോണുകൾ തുല്യമായതുകൊണ്ട് അതിൻ്റെ എതിർവശത്തുള്ള രണ്ട് എതിർവശങ്ങളും അത് സാമാന്തരിക രേഖകളാണ്. രണ്ട് എതിർവശങ്ങൾ സാമാന്തരിക രേഖ ആയതുകൊണ്ട് ഇതിനെ സാമാന്തരികമാണ് അല്ലേ. ഈ ചതുർഭുജം ABCD എന്ന് പറയുന്നത് സാമാന്തരികമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ പറയേണ്ടത്, എന്താണ് സവിശേഷതകൾ എന്ന് പറയാനുള്ളത്? ചതുർഭുജം AMCD ആൻഡ് ചതുർഭുജം MBCD എന്ന് പറയുന്നത് സാമാന്തരികങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്? പിന്നെ നിങ്ങൾ അതിൻ്റെ കാരണം നിങ്ങൾ എഴുതിയാൽ മതി. അതിൻ്റെ എന്താണ്, മറുകോണുകൾ തുല്യമായതുകൊണ്ട് അതിൻ്റെ എതിർവശങ്ങൾ സാമാന്തരിക രേഖകളാണ്. രണ്ട് എതിർവശങ്ങൾ രണ്ട് സാമാന്തരിക രേഖകളെ നമ്മൾ സാമാന്തരികമെന്ന് പറയുന്നു. ഓക്കെ, ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എക്സസൈസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ടിൽ ദെൻ ബൈ.